IPL മത്സരവും കഴിഞ്ഞ് ലക്നൌവിൽ നിന്ന് നേരെ താജ്മഹലിലേക്കാണ്. ലക്നൌ എന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തെറ്റാണെന്ന് ഒരുപാട് പേര് കമന്റായും മെസ്സേജായും ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ തെറ്റ് തിരുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. തുണ്ട്ല റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഏകദേശം അവിടെ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് താജ്മഹലിലേക്ക്. 100 രൂപയാണ് ഒരാൾക്ക് ഷെയർ ടാക്സിക്ക് പറഞ്ഞത്. അത് പ്രൈവറ്റ് ആയിട്ട് പോകണമെങ്കിൽ 300 രൂപ കൊടുത്താൽ മതി. നാട്ടിലെ ഓട്ടോ ചാർജ് വെച്ച് നോക്കുമ്പോൾ 30 കിലോമീറ്ററിന് 300 രൂപ അത് വലിയൊരു ചാർജ് ആയി തോന്നില്ല. ഈ കവർ ധരിച്ചിട്ട് മാത്രമേ താജ്മഹലിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരാൾ ഈ കവർ ഞങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നും ധരിക്കേണ്ടതില്ല എന്ന് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് മനസ്സിലായത്. 20 രൂപ കൊടുത്താൽ ഈ ഇലക്ട്രിക് വണ്ടിയിൽ ഒരാൾക്ക് ടിക്കറ്റ് കൗണ്ടർ വരെ പോകാം. ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാധനങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് സേഫായി സൂക്ഷിക്കാൻ ഇവിടെ ലോക്കർ റൂം ഉണ്ട്. അതിനും ചെറിയ പൈസ മാത്രമേ ഇവിടെ നിന്ന് ഈടാക്കുന്നുള്ളൂ. ടിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാം. കൗണ്ടറിൽ നിന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് 45 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക്. നമുക്ക് താജ്മഹലിനെ ഏറ്റവും മനോഹരമായി കാണാൻ സാധിക്കുന്നത് ആ കവാടത്തിനുള്ളിലേക്ക് പോകുമ്പോൾ അതിന്റെ രൂപം തെളിഞ്ഞു വരുന്ന സമയത്തായിരിക്കും. അതെ, ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇതുപോലെ പുറത്തു നിന്ന് കാണാനാണ് 45 രൂപ ടിക്കറ്റ്. അതിന്റെ അകത്ത് കയറി കാണാൻ 200 രൂപയുടെ ടിക്കറ്റ് വേറെ തന്നെ എടുക്കണം. അത് ഓൺലൈനായിട്ടും കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ്. അതിന് തൊട്ടടുത്തുള്ള മ്യൂസിയമാണിത്. താജ്മഹലിന് വേണ്ടി ഉപയോഗിച്ച മാർബിളിന്റെ സാമ്പിളുകളും അതുപോലെ മറ്റു പല സംഭവങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത്. ക്യാമറ അലൗഡ് അല്ല. കേരളത്തിൽ നിന്ന് ട്രെയിനിൽ വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ പോയി വരാൻ പറ്റുന്ന സ്ഥലമാണ് താജ്മഹൽ. ഡൽഹിയിലേക്ക് വരിക, അവിടുന്ന് ആഗ്ര കണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക. അവിടുന്ന് 7 കിലോമീറ്റർ ആണ് താജ്മഹലിലേക്കുള്ളത്. നല്ല ട്രാവൽ വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ.